അച്യുതാനന്ദ സാർ ഇരുന്ന സമയത്ത് 1000 വനിതകൾക്ക് തന്ന ജോലിയാണ് വീട്ടിനകത്തുള്ള അവർ ചവച്ച് തുപ്പണ സാറന്മാരും ചേച്ചിമാരും ചവച്ച് തുപ്പണ വേസ്റ്റ് മാറ്റി കൊടുക്കുക. അങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അന്ന് ഒരുപാട് പേര് വന്നില്ല. ഇത്തിരി ജോലി ആരോഗ്യമുള്ളവർ ആരും വന്നില്ല. കാരണം സാറന്മാരും ചേച്ചിമാരും ചവച്ച് തുപ്പണ വേസ്റ്റ് അല്ലേ, അത് എടുത്ത് മാറ്റാൻ ആർക്കും ഇല്ല. കാരണം ഛർദിൽ തുപ്പൽ എല്ലാം ഉള്ളതല്ലേ. 24 വർഷം കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ഈ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ രാജേന്ദ്രൻ എന്തിനാണോ എന്തോ എൻ്റെ വണ്ടി പിടിച്ചെടുത്തത്. എനിക്കൊരു സംശയമുണ്ട്, ഈ രാജേന്ദ്രനാണോ മേയർ ആര്യയാണോ ഇപ്പോഴത്തെ മേയറെന്ന് എനിക്ക് സംശയമുണ്ട്. ആരും ഒരു കൊച്ചുകുട്ടിയോടെ ചോദിച്ചാലും ആര്യ രാജേന്ദ്രൻ ദ്രോഹിയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ മേയർ അവരമ്മയുടെ മടിയിൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഭാഗത്ത് ജോലിക്ക് വന്നത്. ഈ പേപ്പറാണ് 24 വർഷത്തേക്ക് മുമ്പേ അച്യുതാനന്ദ സാർ ഇരുന്ന സമയത്ത് 1000 വനിതകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വീടുകളൂർ സർവേ ചെയ്ത് ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി അനുമതി തന്നിട്ടുള്ള പേപ്പർ. ഇതുകൊണ്ട് സർവേ ചെയ്യുമ്പം 2 ബക്കറ്റും തന്നിട്ടുണ്ട്, ഒരു വെള്ള ബക്കറ്റും ഒരു പച്ച ബക്കറ്റും. ഇതുകൊണ്ടൊന്ന് സർവേ ചെയ്ത് നമ്മൾ ജോലി ചെയ്യണം. അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം എനിക്കല്ല, ഞങ്ങൾ ഓരോ യൂണിറ്റ് 22 പേര് 12 പേര് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരു മാസം കയറി ഇറങ്ങിയാൽ കിട്ടുന്ന ശമ്പളം 30 രൂപയാണ്. ഒരു മാസം കിട്ടുന്ന ശമ്പളം. ഈ 30 രൂപ വെച്ചാണ് ഞങ്ങൾ പലതുള്ളി പെരുവെള്ളമായിട്ട് അതിനെ ശേഖരിച്ച് ഞങ്ങൾ ജീവിച്ചത്. അതിപ്പം അന്ന് മേയറായിരുന്നത് ശിവൻകുട്ടി സാറാണ്, നമ്മൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറാണ്. പിന്നെ ചന്ദ്ര മാഡം, പിന്നെ പ്രൊഫസർ ചന്ദ്ര മാഡം, പിന്നെ VK പ്രശാന്ത് സാറ്, പിന്നെ ജയൻ ബാബു സാർ, ഇവരൊക്കെ ഇരുന്നിട്ടും ഞങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. വിളമ്പശാല പൂട്ടിയ സമയത്തും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. കാരണം കോർപ്പറേഷൻ അംഗീകാരം കൊടുത്തിട്ടുള്ള ഏജൻസിയൊക്കെയാണ് ഞങ്ങൾ ഫുഡ് വേസ്റ്റ്, അന്ന് പ്ലാസ്റ്റിക് വേസ്റ്റും ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. കോർപ്പറേഷൻ അംഗീകാരമുള്ള ഏജൻസിയൊക്കെ. ഇപ്പോഴ് ഈ മേയറ് വീട്ടിൻ്റെ ആ ഭാഗത്ത് കുറച്ച് വീടുണ്ട് ഞങ്ങൾക്ക്, അതായത് മുടവൻമോട് ഭാഗത്ത്. അവിടെ വേസ്റ്റ് എടുക്കാൻ ആളില്ലാതെ ഞങ്ങളവിടെ വന്ന് ചോദിച്ചാണ് ഞങ്ങൾ അവിടെ പോകാൻ തുടങ്ങിയത്. അവിടെ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കെ ആ മേയറെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വേസ്റ്റ് എടുക്കാൻ ബക്കറ്റുമായിട്ട് ഇടവഴിയിൽ കൂടെ പോയ സമയത്ത് ഈ കൗൺസിലറല്ല ഒരു പാർട്ടിയിലെ ഒരു നേതാവ്, ഒരു സാറ്, ത്രിവിക്രമംഗലത്തിലെ ഒരു സാറ് ഈ മേയറേയും കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അച്ഛനും മോളും വരുന്നതെന്നേ തോന്നുന്നു നമ്മൾ കണ്ട. പാർട്ടിപരമായിട്ടുള്ള ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പോയപ്പോൾ അവർ പെട്ടെന്ന് പറയുകയാണ്, ഞാനാണ് എതിർപ്പ്, നോമിനേഷന് വേണ്ടി പോവുകയാണ്, ഞാനാണ് എതിർപ്പെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സന്തോഷത്തോടെ ഞാൻ അവിടെ മടങ്ങിയങ്ങ് പോയി. അന്ന് മുതലേ, അതിനു മുമ്പേ ഞാൻ അവിടെ ജോലി ചെയ്യുകയാണ്. അന്ന് മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മളെ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ. അവരുടെ അച്ഛൻ വന്ന് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് 37 ദിവസമായി എൻ്റെ വണ്ടി പിടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അവർ കോർപ്പറേഷനിൽ കൊണ്ടുകൊടുത്ത് ഭയങ്കര ബഹളം വയ്പ്പിച്ച് അവരെൻ്റെ വണ്ടി ജോലി ചെയ്ത് കഴിവ് ഒതുക്കിയിട്ടിരുന്ന വണ്ടിയെ പിടിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ നാളെ വരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്നൊരു മഹസർ പേപ്പർ തയ്യാറാക്കി എന്നെ നിങ്ങൾക്ക് വണ്ടി ഇറക്കത്തക്ക സൗകര്യം ഞങ്ങൾ ചെയ്തു തരണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേഷനിൽ വണ്ടി പിടിച്ചവർ എന്നും പറഞ്ഞുകൊണ്ട് ഈ പേപ്പറും എൻ്റെ കയ്യിൽ തന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഒരു കോർപ്പറേഷൻ ജീവനക്കാരും ഈ 4 പേരും കൂടെ വന്ന് ഈ വണ്ടി എടുത്ത് ഗാരേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പിന്നെ ഈ വണ്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ വണ്ടിക്ക് വേണ്ടി പിറ്റേ ദിവസം മുതൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഈ തിരുമലയിലുള്ള ഇരിക്കുന്ന ആ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും കയറി ഇറങ്ങും. തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷൻ ഓഫീസിലും കയറി ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കരഞ്ഞ് കണ്ണുനീരോടെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ പോയത്. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ, എനിക്കെൻ്റെ വീട്ടിൻ്റെ ലോൺ അടയ്ക്കാൻ ഒന്നിനും ഒരു നിവൃത്തിയില്ലാതെ അവസ്ഥയായി. എനിക്കെൻ്റെ വണ്ടി വേണം മോളെ, എനിക്കെൻ്റെ വണ്ടി വേണം. അത് മാത്രമല്ല, ഒരുപാട് കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നവളാണ് ഞാൻ. ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അതും അവർക്കറിയാം.
എല്ലാം അറിയാം. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ രാജേന്ദ്രൻ എന്തിനാണോ എന്തോ എൻ്റെ വണ്ടി പിടിച്ചെടുത്തത്. എനിക്കൊരു സംശയമുണ്ട്, ഈ രാജേന്ദ്രനാണോ മേയർ ആര്യയാണോ ഇപ്പോഴത്തെ മേയറെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ പാർട്ടിപരമായിട്ട് ആരെയും പുറകെ ഓടിക്കൊണ്ട് നടക്കില്ല. ആരെന്ത് പറഞ്ഞാലും അവരോട് അംഗീകരിച്ച് സ്നേഹിച്ച് മാനിച്ച്, പിന്നെ ഈ പൂജപ്പുരയിലെ ഒരു നല്ലൊരു ജോലിക്കാരിയായിട്ടാണ് പൂജപ്പുര വാർഡിലെ പൂജപ്പുര റെസിഡൻസ് അസോസിയേഷൻ്റെ നല്ലൊരു പിന്നെ ഒരു ജോലിക്കാരിയായിട്ടാണ് ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടിപ്പോണത്. 24 വർഷം കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ഈ ജോലി ചെയ്യാൻ തുടങ്ങി. അത് അവർ പറഞ്ഞത് മാലിന്യ ശേഖരണം, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വീടുകളിൽ കയറി മാലിന്യം ശേഖരിക്കുന്നത്? പിന്നെ അവിടെ കൂടിയവരൊക്കെ ചോദിച്ചു, എന്തിനാണ് ഇവരെ വണ്ടി പിടിച്ചോണ്ട് പോകണത്, എത്രയോ കാലം കൊണ്ട് അവരിവിടെ ജോലി ചെയ്ത് ജീവിക്കണവരാണ് എന്നൊക്കെ ചോദിച്ചു. ഇത് ഞങ്ങൾ ഒരിടത്ത് ശേഖരിച്ച് വെച്ചിട്ട് മറ്റേ അംഗീകൃത ഏജൻസി വണ്ടി വരുമല്ല, ആ വണ്ടി പോകാൻ വേണ്ടി എല്ലാം കഴിഞ്ഞ് ഈ വണ്ടി ഒതുക്കിയിട്ടിരുന്ന സമയത്താണ് ഇവർ വന്ന് പിടിച്ചോണ്ട് പോയത്. എന്തിന്റെ പേരിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിലാണോ? വൈരാഗ്യമുണ്ട്. കാരണം 28 വണ്ടി തിരുവനന്തപുരത്തു നിന്ന് ചെങ്കച്ചുള്ള ഭാഗത്തു നിന്നൊക്കെ ഇവർ അനധികൃതമായിട്ട് വേസ്റ്റ് എടുത്ത് കോടയിലും ഒക്കെ തട്ടുന്നവരെ വണ്ടി പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ പിടിച്ചോണ്ടിരുന്ന സമയത്ത് പിന്നെ അതെല്ലാം പിടിച്ചൊതുക്കി. എൻ്റെ വണ്ടി 29-ാമത്തെ വണ്ടിയാണ്. 29-ാമത്തെ വണ്ടിയാണ് എൻ്റെ വണ്ടി. കാരണം ഇഷ്ടം പോലെ ആൾക്കാരെ വണ്ടി പിടിച്ചിട്ടുണ്ട്, ജോലിക്കാരെ വണ്ടി, തട്ടുന്നവരെ വണ്ടിയും തട്ടാത്തവരെ വണ്ടിയും, മര്യാദയ്ക്ക് ജോലി ചെയ്യണവരെ വണ്ടിയും ആ കൂട്ടത്ത് പിടിച്ചതാണ് എൻ്റെ വണ്ടി. പിന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പേ വീണ്ടും ഈ മുടങ്ങുമോളിൽ വെച്ച് വേറൊരു വണ്ടി പിടിച്ചു. ഒന്നും എനിക്ക് വിഷയമല്ല. ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന വാഹനം, എൻ്റെ ഉപജീവനത്തിനുള്ള വാഹനം, ഇന്ന് 37 ദിവസമായിട്ടും എനിക്ക് വാഹനത്തിൽ തരും ഇന്നടുത്ത് പോയാൽ കിട്ടുമെന്ന് അവർ പറയണില്ല. എവിടെ പോയാലും ഏത് ഭാഗത്ത് കോർപ്പറേഷൻ ഓഫീസിനകത്ത് ഏത് ഓഫീസിനകത്ത് കയറി ചെന്നാലും അവർ എൻ്റെ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് ആരനുമതി തന്നു, നിങ്ങൾക്ക് വേസ്റ്റ് എടുക്കാൻ ആരനുമതി തന്നു? അപ്പോൾ ഞാൻ പറഞ്ഞത്, അച്യുതാനന്ദ സാറ് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറ് പിന്നെ മേയറായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്ന ജോലിയാണത്. അന്ന് കോർപ്പറേഷൻ വണ്ടി വലിയ വാഹനത്തിൽ ഇവിടെ നിന്ന് മാലിന്യം ശേഖരിച്ച് വിളമ്പശാല കൊണ്ടുപോണ കാലഘട്ടമായിരുന്നു. അതുമുതൽ ഇതുവരെയും തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യം പല ഏജൻസികളുമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു വ്യക്തികളും ഈ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളും മാറിപ്പോയിട്ടില്ല. കാരണം ഇത് വെച്ചാണ് എല്ലാവരും ഉപജീവനം കഴിക്കുന്നത്. ഇതിപ്പോൾ വണ്ടി പിടിച്ചെടുക്കുന്ന സമയത്ത് കാര്യകാരണങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതെല്ലാം എൻ്റെ വീട്ടിലല്ലേ ഇരിക്കണേ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന അല്ല, മറ്റേ അധികൃതരെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? അധികൃതരെ കാണിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അച്യുതാനന്ദ സാർ ഇരുന്ന സമയത്ത് 1000 വനിതകൾക്ക് തന്ന ജോലിയാണ് വീട്ടിനകത്തുള്ള അവർ ചവച്ച് തുപ്പണ സാറന്മാരും ചേച്ചിമാരും ചവച്ച് തുപ്പണ വേസ്റ്റ് മാറ്റി കൊടുക്കുക, അങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അന്ന് ഒരുപാട് പേര് വന്നില്ല. ഇത്തിരി ജോലി ആരോഗ്യമുള്ളവരാരും വന്നില്ല. കാരണം സാറന്മാരും ചേച്ചിമാരും ചവച്ച് തുപ്പണ വേസ്റ്റ് അല്ലേ, അത് എടുത്ത് മാറ്റാൻ ആർക്കും ഇല്ല. കാരണം ഛർദിൽ തുപ്പൽ എല്ലാം ഉള്ളതല്ലേ, എല്ലാം പട്ടിത്തീട്ടം വരെ ഉണ്ട്. അതിൽ നമ്മൾ ഈ ബിന്നിൽ കൊണ്ട് തട്ടുമ്പോൾ ട്രേയിൽ കൊണ്ട് അന്ന് ട്രേയിൽ കൊണ്ട് തട്ടുമ്പോഴേ നമ്മൾ അറിയൂ ഇതെന്തരാണെന്ന്. അങ്ങനെ ഒരു സമയത്ത് ഈ ജോലി ചെയ്യാൻ ഭയങ്കര അറപ്പും വെറുപ്പും ഉള്ളവരായിരുന്നു. പക്ഷെ നമുക്ക് വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കിടക്കാൻ ഇടവും വിരിച്ച് കിടക്കാൻ പായും ഇട്ടിരിക്കാൻ ഒരു കസേരയും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ, അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് രാജേന്ദ്രൻ്റെ അടുത്ത്? അവര് എൻ്റെ വണ്ടി അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള. എനിക്ക് ഒന്നുകിൽ എൻ്റെ പുതിയ വണ്ടി എനിക്ക് തരണം, പുതിയ വണ്ടി വാങ്ങിച്ചു തരണം അവർ. അതല്ലെങ്കിൽ എൻ്റെ വണ്ടി വേണം. വണ്ടിയെ കൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യണം, ഈ ജോലി തുടർന്നായിട്ട് ചെയ്യണം. സർക്കാർ ശരിക്കും നമ്മളെ ജോലി തരികയാണ് വേണ്ടത്, പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ. അത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദ്രോഹിച്ചു. അവരെ വാർഡിൽ പോലും ദ്രോഹമേ ഉള്ളൂ അവർ. ആരും ഒരു കൊച്ചുകുട്ടിയോടെ ചോദിച്ചാലും ആര്യ രാജേന്ദ്രൻ ദ്രോഹിയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഈ നിമിഷം വരെ അവരെ വെച്ചിട്ടുള്ളത് മനസ്സിൽ. അതേ പ്രായത്തിലും അതേ സൈസിലുമുള്ള ഒരു മോൾ എനിക്കുണ്ട്. കാണാനും അതുപോലെ തന്നെയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ് അവരെ വീട്ടിൽ പോയി ആ വണ്ടി ചോദിച്ചു വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞു ഒരിക്കലും പോകില്ല. എന്നെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്, ഞാൻ പോകില്ല. കാരണം ഒരു വാഹനത്തിൻ്റെ നമ്പർ അടിച്ച് നോക്കിയാൽ അറിയാം ആരുടെ വണ്ടിയാണെന്ന്. അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നെ അവർ ചതിച്ചത്. അറിഞ്ഞു വെച്ചുകൊണ്ട് ചെങ്കച്ചുള്ളയിൽ കിടന്ന് ജോലി ചെയ്ത് അവരങ്ങും ഇങ്ങും കൊണ്ട് തട്ടി വാഹനങ്ങളെ പിടിച്ചെടുത്ത് പരസ്പരം അവിടെ കിടന്ന് അടിയുണ്ടാക്കി ബഹളം വെച്ച് ആ വിധത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള വിചാരത്തിലാണ് ഇവരത് എന്നെ കണക്ക് കൂട്ടി വെച്ചിരുന്നത്. കാരണം ഇവർ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നമ്മളെ മേയർ മേഡം അവരെ അമ്മയുടെ മടിയിൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിവിടെ ജോലി ചെയ്യാൻ വരുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ മേയർ അവരമ്മയുടെ മടിയിൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഭാഗത്ത് ജോലിക്ക് വരുന്നത്. കാരണം 24 വർഷം പൂർത്തിയായി ഞാനിവിടെ ജോലിക്ക് വന്നിട്ട്. അതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്, എല്ലാ രേഖകളും. ഇനി എന്ത് നടപടിയാണ് മുന്നോട്ട് സ്വീകരിക്കുന്നത്? ഇനി എനിക്ക് ജോലി ചെയ്യണം. എനിക്ക് ഈ 37 ദിവസമായില്ല. നീ എത്ര ദിവസം മുമ്പോട്ട് പോകുമോ എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം എനിക്ക് വേണം എനിക്ക്. കാരണം ഞാൻ എൻ്റെ വീട്ടിനകത്ത് വന്ന് നോക്കിയാലേ അറിയാവൂ എൻ്റെ വീട്ടിനകത്തുള്ള പട്ടിണിയും ദാരിദ്ര്യവും. ഞാനൊരു വലിയ ഒരു കടക്കാരിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കടം തീർക്കാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നാലേ പറ്റൂ. ഞാൻ ഇത്രയും ആരോഗ്യമുള്ള ഞാൻ ഭിക്ഷ ചോദിക്കാൻ പോയ ആരെങ്കിലും എനിക്ക് ഭിക്ഷ തരുമോ? തരൂല്ല. എനിക്ക് 57 വയസ്സായി. അത് മാത്രമല്ല ഇതോടനുബന്ധിച്ച് എനിക്ക് 24 വർഷം പൂർത്തിയാക്കിയ എനിക്ക് ഈ കോർപ്പറേഷനിൽ നിന്ന് എനിക്ക് ഞാൻ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പെൻഷൻ ആനുകൂല്യം എനിക്ക് വേണം. ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്തതിൻ്റെ കാരണം കോർപ്പറേഷൻ എനിക്ക് ഒന്നും തന്നിട്ടില്ല. പട്ടി ചത്താലും പൂച്ച ചത്താലും ആള് ബോധം കെട്ട് കിടന്നാലും ഞാനൊന്ന് കിണ്ടി നോക്കിയേ ചത്തതാണെങ്കിൽ എടുത്തു മാറ്റേ ചെയ്തിട്ടുള്ളൂ. അനീതിയായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ പെൻഷൻ. ഞാൻ കോർപ്പറേഷന് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളത്. പൂജപ്പുര ഭാഗത്ത് ആരൊരു പൊതി വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ടിരുന്നാലും ഞാൻ എടുത്തു മാറ്റുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഉന്ത് വണ്ടിയും കൊണ്ട് നടന്ന് എടുത്തു മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്.